അതൊരു പ്രത്യേക ജാതി, ഗ്രന്ഥശാല എന്ന് പറയുന്നൊരു മതം ഒരു ജാതിയായി അത് രൂപീകരിച്ചു. പക്ഷേ 70-ൽ PT ഭാസ്കരൻ പണിക്കർ പ്രസിഡൻ്റായി വന്ന ശേഷമാണ് അതിനകത്ത് ജനാധിപത്യ ശൈലി പ്രത്യക്ഷപ്പെട്ടത്. പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1977 മാർച്ച് 16 വൈകുന്നേരം ഗ്രന്ഥശാല സംഘം ഗവൺമെൻറ് ഏറ്റെടുത്തു. കാരണം ആ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അതിന് പറഞ്ഞ കാരണം മിസ്മാനേജ്മെൻറ്റാണ്. കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ചില സവിശേഷതയുണ്ട്. അത് ജനങ്ങൾ കെട്ടിപ്പടുത്താണ്. ജനങ്ങൾ കാശ് കൊടുത്ത് അവരുടെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. അപ്പോൾ അത് സാഹിത്യത്തിൽ, സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒക്കെ തന്നെ സഹായിച്ചു. എനിക്ക് അദ്ദേഹം എൻ്റെ ഗുരുവിനെ പോലെ ഞാൻ ബഹുമാനിച്ചെടുത്ത ആളാണ്. ഞാൻ 73-ൽ തിരുവനന്തപുരത്ത് അന്നത്തെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്. അതുമാത്രമല്ല, ഞാൻ കേരള ഗ്രന്ഥശാല സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ട് PN പണിക്കർ തന്നെ മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു സംഘമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ആ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫീസും ഗ്രന്ഥശാല സംഘത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണും. അപ്പോൾ അദ്ദേഹം സാക്ഷര കേരളം എന്ന് പറഞ്ഞിട്ട് ഈ സാക്ഷരത പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസിദ്ധീകരണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റർ തയ്യാറാക്കാൻ അദ്ദേഹം എന്നെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പഴയ നാടൻ പാട്ടുകളും അതുപോലെ നാടൻ ചൊല്ലുകളും ഒക്കെ ശേഖരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കും. പക്ഷേ അദ്ദേഹം ഒരു നിർബന്ധം പറയും, എൻ്റെ പേര് വയ്ക്കില്ല, അത് പ്രസിദ്ധീകരിക്കും. അത് പണിക്കർ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം പലരെ കൊണ്ടും പണിയെടുപ്പിക്കും, പക്ഷെ അവരുടെ ആരെയും പങ്ക് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വേണം എന്ന നിർബന്ധമാണ്. അപ്പം അങ്ങനെ വളരെയേറെ ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പണിക്കരെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് 1974-ൽ P. ഗോവിന്ദപിള്ളയും ഞാനും കൂടി ചേർന്ന് മുണ്ടശ്ശേരി മാസ്റ്ററെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു. അദ്ദേഹം അന്ന് ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് പട്ടത്ത് ഇന്നിപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് നടക്കുന്നില്ലേ, അവിടെ ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ അവിടെ താമസമുണ്ടായിരുന്നു. മകളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്കാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ദേശാഭിമാനി ഓണപ്പതിപ്പിന് ഒരു ലേഖനം വേണം മുണ്ടശ്ശേരിയുടെ. അപ്പം മുണ്ടശ്ശേരി നേരിട്ട് എഴുതില്ല, ആരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്, എന്നിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ P. ഗോവിന്ദപിള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ തുല്യനായ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊരു ലേഖനം വേണം. അപ്പോൾ പറഞ്ഞു, ഒരാളെ വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ P. ഗോവിന്ദപിള്ള എന്നോട് പറഞ്ഞു, മുണ്ടശ്ശേരി മാസ്റ്ററെ കണ്ട് ഒരു ലേഖനം എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എനിക്ക് നേരിട്ട് പരിചയമില്ല, പി ജി കൂടെ വന്നാൽ ഞാൻ കൂടെ വരാമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി മുണ്ടശ്ശേരിയെ കാണാൻ ചെന്നു. ആ ഒരു രസകരമായ തമാശ, അദ്ദേഹം ഞങ്ങൾ ചെല്ലുമ്പോൾ ഉറക്കത്തിലായിരുന്നു. ഈ കാലുള്ള ഈ ചുരുൾ കസേരയുണ്ട്, അതിൽ കാല് വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം നല്ല ഉറക്കമാണ്. അപ്പോൾ മോള് വന്ന് പറഞ്ഞു ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു വേണ്ട, അദ്ദേഹം ഉണരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. അദ്ദേഹം ഉണർന്നു. അപ്പോൾ ഗോവിന്ദപിള്ള ചോദിച്ചു, ഗോവിന്ദപിള്ള ഈ കൊച്ചൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ കവിയാണ്, ഞങ്ങളുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു അദ്ദേഹം ഗ്രന്ഥശാല പ്രവർത്തനാണ്, തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടശ്ശേരി എൻ്റെ ചോദിച്ചു, ആദ്യം എൻ്റെ എഴുതാനുള്ള കഴിവിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചു. ഏതൊരു വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. പഠിച്ചിട്ടുണ്ടെന്നല്ല. ഞാൻ പറഞ്ഞു BA വരെ. എന്താ സബ്ജക്റ്റ്? മലയാളം. അപ്പോൾ അദ്ദേഹം എൻ്റെ ചോദിച്ചു, സമസ്തപദവും കൂട്ടക്ഷരവും ഒക്കെ തിരിച്ചറിയാമോ? ഞാൻ പറഞ്ഞു അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആണ് PG പറഞ്ഞത് ഇയാൾ അവിടുത്തെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എൻ്റെ പറഞ്ഞ ഭാഷ ഞാനിപ്പോൾ അതേപടി പറയുന്നില്ല. ആ കൗശലക്കാരനായ പണിക്കരെയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ദൈവത്തിനെ പോലെ കരുതിയിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് ഇത്തരം ഒരു പരാമർശം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ഒട്ട് ഒരു ചരിത്രമുണ്ട് മുരളി എന്ന് പറഞ്ഞിട്ട്. ഇയാളൊന്നും പറഞ്ഞിട്ടില്ലേ ഗോവിന്ദപിള്ള ചോദിച്ചു. അപ്പോൾ പറഞ്ഞ PG സാധാരണ ചിരിക്കുകയേ ഉള്ളൂ. ചിരിച്ചു. അപ്പോൾ മുണ്ടശ്ശേരിയാണ് പറഞ്ഞത് ഈ ചരിത്രം മുഴുവൻ. അപ്പോൾ പറഞ്ഞു, കേരളത്തിലെ ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്നത് പണിക്കരുടെ ഉപജീവന സംഘമാണ്. അത് വാസ്തവത്തിൽ കേരള ഗ്രന്ഥാലയ സംഘം എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംഘത്തിനെതിരായി സർ CP ഉണ്ടാക്കിയ സംഘമാണ്. പക്ഷേ അതാണെന്ന് നിലനിൽക്കുന്നത്. ഇത് മുണ്ടശ്ശേരിയിലെ കൊഴിഞ്ഞേരകൾ എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയിലും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങേക്ക് ഇതൊന്നും എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അതൊക്കെ ഗോവിന്ദപിള്ള പോലെ എഴുതട്ടെ എന്ന്. ആ ധാരണ ആ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. ഈ ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്നത് പണിക്കർ സാറ് പിൽക്കാലത്ത് ഈ CP തിരുവിതാംകൂർ വിട്ടപ്പോൾ കോൺഗ്രസ്സായി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആഫീസിൽ തന്നെയാണ് ഗ്രന്ഥശാല കമ്മിറ്റികൾ പോലും കൂടിയിരുന്നത്. അവൻ്റെ മിനിറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രസിഡൻ്റാക്കി പണിക്കർ സ്വയം സെക്രട്ടറി ആവുന്ന ഒരു രീതിയിലാണ് ഏതാണ്ട് 970 വരെ നടത്തിക്കൊണ്ടിരുന്നത്. 970-ൽ PT ഭാസ്കരൻ പണിക്കർ പ്രസിഡൻ്റ് ആയതോടുകൂടിയാണ് ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൊരു ജനാധിപത്യ ശൈലി നടപ്പിലായത്. പണിക്കരുടെ ഏകാധിപത്യ ശൈലിക്ക് ഒരു അറുതി വന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം വന്നത് PT ഭാസ്കരൻ പണിക്കർ പ്രസിഡൻ്റ് ആവുന്നതോടുകൂടി. അതിനു മുമ്പ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ ഒരു പ്രത്യേക തരം പണിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരും വേണ്ട എന്നാണ്. ഒരു രാഷ്ട്രീയക്കാരും വേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട രാഷ്ട്രീയക്കാരെ എല്ലാ പ്രസ്ഥാനത്തിൽ നിന്നും വലിച്ചെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതൊരു പ്രത്യേക ജാതി, ഗ്രന്ഥശാല എന്ന് പറയുന്നൊരു മതം ഒരു ജാതിയായി അത് രൂപീകരിച്ചു. പക്ഷേ 70-ൽ PT ഭാസ്കരൻ പണിക്കർ പ്രസിഡൻ്റായി വന്ന ശേഷമാണ് അതിനകത്ത് ജനാധിപത്യ ഒരു
ജനാധിപത്യ ശൈലി പ്രത്യക്ഷപ്പെട്ടത്. വിശേഷിച്ച് 970 കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ രജത ജൂബിലി നടന്നു. ആ രജത ജൂബിലിയിൽ പണിക്കർ സാറ് അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള ആളുകളെ മാത്രമേ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് കുറേ ഗ്രന്ഥശാല പ്രവർത്തകരും അംഗീകാരം കിട്ടാത്ത പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ ഈ VJT ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളന ഹാളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പണിക്കർ സാറ് പോലീസിന് നടത്തി ഗേറ്റ് പൂട്ടി ഞങ്ങളകത്ത് കിടത്തിയില്ല. ഞങ്ങളെല്ലാം അവിടെ ഇരുന്നു. PT ഭാസ്കർ പണിക്കരും AKGയും കൂടെ വന്ന് ആ ഗേറ്റ് തുറന്ന് ഞങ്ങളെല്ലാം കിടത്തി വിട്ടു. അങ്ങനെയാണ് ഗ്രന്ഥശാല സംഘത്തിലെ ജനാധിപത്യം ഏതാണ്ട് ജനാധിപത്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ 70 തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നിന്ന് താലൂക്ക് യൂണിയൻ കമ്മിറ്റിയിലേക്ക് ഞാൻ മത്സരിച്ചു. അപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്നെ ഇറക്കി വിട്ടു. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറ്റില്ല, രാഷ്ട്രീയക്കാരും പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ആളുകൾ CPIയുടെ നേതാവായ വാമനപുരം അപ്പുക്കുട്ടൻ നായർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ അവസാനം നികത്തിയും തരവില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അടുത്ത വർഷം 73 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ മത്സരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു, ജില്ലാ സെക്രട്ടറിയായി. ഇതാണ് എൻ്റെ അന്നത്തെ ഒരവസ്ഥ. അപ്പോൾ 73 തായാട്ട് ശങ്കരൻ, P. ഗോവിന്ദപിള്ള തുടങ്ങി PG പുരുഷോത്തമപിള്ള തുടങ്ങിയ വളരെ പ്രഗത്ഭരായ ഇടതുപക്ഷക്കാർ അടങ്ങിയ ഒരു കമ്മിറ്റിക്ക് ഭൂരിപക്ഷം കിട്ടി. തായാട്ട് ശങ്കരനെ പ്രസിഡൻ്റാക്കി. ഈ PN പണിക്കരെ തന്നെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാതെ അദ്ദേഹത്തെ സെക്രട്ടറിയാക്കി. ആ ഭരണസമിതി മുമ്പോട്ട് പോവുമായിരുന്നു. ആ ഭരണസമിതി മുമ്പോട്ട് പോയപ്പോൾ ചില തർക്കങ്ങൾ വന്നു. തർക്കങ്ങളെന്ന് പറഞ്ഞാൽ ഈ സാക്ഷരത പ്രസ്ഥാനം ആരംഭിച്ച കാലമാണ്. അപ്പോൾ സാക്ഷരതയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയൊരു ഗ്രാൻറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഗ്രന്ഥശാലയുടെ കമ്മിറ്റിയിൽ വയ്ക്കില്ല. അപ്പോൾ അത് സംബന്ധിച്ച് തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ അടിയന്തരാവസ്ഥ വന്നു. പിന്നെ അപ്പോഴാണ് പുതിയ ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് പണിക്കർ ഉദ്ദേശിക്കുന്ന ആളുകളാരും തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന ബോധ്യം വന്നു. കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെ കയ്യിലേക്ക് ഈ ഗ്രന്ഥശാല സംഘം പോകുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ട്, കാരണം കോൺഗ്രസിനെ പിടിച്ചുകൊണ്ട്, അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. കരുണാകരൻ്റെ രക്ഷാകർതൃത്വത്തിൽ അദ്ദേഹം പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 977 മാർച്ച് 16-ാം തീയതി വൈകുന്നേരം ഗ്രന്ഥശാല സംഘം ഗവൺമെൻറ് ഏറ്റെടുത്തു. കാരണം ആ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അതിന് പറഞ്ഞ കാരണം മിസ്മാനേജ്മെൻറ്റാണ്. മിസ്മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്, PN പണിക്കരാണ്. പക്ഷേ അടുത്ത ഒരു ബോർഡ് രൂപീകരിച്ചു, കൺട്രോൾ ബോർഡ്. അങ്ങനെയാണ് ഒരു പുതിയ കൺട്രോൾ ബോർഡ് എന്ന സംവിധാനം ഗ്രന്ഥശാല സംഘത്തിൽ വരുന്നത്. ആ കൺട്രോൾ ബോർഡിൻ്റെ ഫുൾ ടൈം മെമ്പർ സർക്കാർ അലവൻസോടുകൂടി PN പണിക്കർ വരിക. അപ്പോൾ അതിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. NB കൃഷ്ണവാര്യർ, ANB ഉമ്മറുകുട്ടി, അതുപോലെ ചിത്രൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന ആളുകളൊക്കെ ആ ബോർഡിലുണ്ടായിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡിൻ്റെ തീരുമാനം ഇല്ലാതെ സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത് പണിക്കർ അദ്ദേഹത്തിൻ്റെ
സ്വന്തം താല്പര്യം നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുതിയൊരു നിയമം വന്ന് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. പക്ഷേ പിന്നെ പുതിയ തിരഞ്ഞെടുപ്പൊന്നും അപ്പം പ്രഖ്യാപിച്ചില്ല. അത് കഴിഞ്ഞാണ് അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാല പ്രവർത്തകരും സമര രംഗത്ത് വന്നു. 1977 ആഗസ്റ്റ് 9 പുതിയതായി ചേർന്ന നിയമസഭയുടെ മുമ്പിൽ ഗ്രന്ഥശാല പ്രവർത്തകർ ഒരു പ്രകടനം നടത്തി. പ്രതിഷേധം അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ ഏൽപ്പിച്ചു. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ ഒന്നും നടന്നില്ല. അപ്പോൾ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ കൺവീനറായി കോറം മാസ്റ്റർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകൻ, സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹം ജോയിൻറ്റ് കൺവീനറായി 25 പേരുള്ള പ്രശസ്തരായ ഗ്രന്ഥശാല പ്രവർത്തകരടങ്ങിയ ഒരു കർമ്മസമിതി രൂപീകരിച്ചു. ആ കർമ്മസമിതി പുതിയ നിയമത്തിന് വേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചു. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ആ പരിശ്രമം സമരം കേരളത്തിലുടനീളം വ്യാപിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രന്ഥശാലയുടെ ഭരണമാറ്റം വരുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ പണിക്കരെ പ്രസിഡൻ്റ് ഫുൾ ടൈം മെമ്പറാക്കി ഒരു ബോർഡ് രൂപീകരിച്ചെന്ന് പറഞ്ഞിടും. അത് കേവലം മാസങ്ങൾ മാത്രം നീണ്ടു നിന്നേ ഉള്ളൂ. അപ്പോൾ കെ കരുണാകരൻ വാസ്തവത്തിൽ ഈ രാജൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അല്ലാതാവുകയും എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളൊരു മെമ്മറാണ്ടം കൊടുത്തു. ആ മെമ്മറാണ്ടം സ്വീകരിച്ചുകൊണ്ട് ആ ബോർഡിനെ പിരിച്ചുവിട്ടു. പകരം പുതിയൊരു ബോർഡുണ്ടാക്കി. ആ ബോർഡിൽ ഈ പ്രതിപക്ഷത്തുള്ളവരെയും അംഗങ്ങളാക്കി. അന്നത്തെ മുഖ്യ പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എസ് രാമേന്ദ്രപിള്ളയെ അടക്കം നേതാവാക്കിയാണ് പുതിയ ബോർഡ് ഉണ്ടാക്കിയത്. പക്ഷേ ആ ബോർഡിനും ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല. അതിനുവേണ്ടിയുള്ള സമരം ഞങ്ങൾ ദീർഘമായി നടത്തി. ചുരുക്കി പറഞ്ഞാൽ 1987 നായനാർ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കെ ചന്ദ്രശേഖരനാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. ആ നിയമം അനുസരിച്ച് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കാനുള്ള ഒരു നിയമമായിരുന്നു ഗ്രന്ഥശാല നിയമം. അപ്പോൾ നിയമം എന്ന് പറയുമ്പോൾ ഗ്രന്ഥശാലകൾ, കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ചില സവിശേഷതയുണ്ട്. അത് ജനങ്ങൾ കെട്ടിപ്പടുത്താണ്. ജനങ്ങൾ കാശ് കൊടുത്ത് അവരുടെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ. കേരളത്തിൽ പലതരത്തിലുള്ള ഗ്രന്ഥശാലകളുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറികൾ, സ്കൂൾ ലൈബ്രറികൾ, അതുപോലെ നിയമസഭാ ലൈബ്രറി, ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ലൈബ്രറി, ഇങ്ങനെ പല ലൈബ്രറികളുണ്ട്. അതിലൊന്നാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികൾ. പക്ഷേ ഈ നിയമം ഉണ്ടാക്കുന്നവരെല്ലാം ഈ ലൈബ്രറികളെല്ലാം ക്രോഡീകരിക്കാൻ വേണ്ടിയാണ് ലൈബ്രറി ഉണ്ടാക്കിയത്, നിയമം ഉണ്ടാക്കിയത്. അതായത് പഞ്ചായത്ത് ലൈബ്രറിയും സ്കൂൾ ലൈബ്രറിയും കോളേജ് ലൈബ്രറിയും ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയും ഗ്രന്ഥശാല സംഘത്തിൻ്റെ ലൈബ്രറിയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി. അപ്പോൾ അതിന് യാതൊരു കാര്യമില്ല. കാരണം പഞ്ചായത്ത് ലൈബ്രറിക്ക് പഞ്ചായത്ത് നിയമമുണ്ട്, സ്കൂൾ ലൈബ്രറിക്ക് സ്കൂൾ നിയമമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നിയമമുണ്ട്, കോളേജ് ലൈബ്രറിക്ക് കോളേജിൻ്റെ നിയമമുണ്ട്, പിന്നെ നിയമസഭാ ലൈബ്രറിക്ക് നിയമസഭയുടെ കമ്മിറ്റി പ്രത്യേകമുണ്ട്. അപ്പോൾ അത് ശരിയല്ല. ഈ ലൈബ്രറി ബോർഡെന്ന് പറഞ്ഞിട്ട് ഈ ഓരോ നിയമത്തിനും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ ചന്ദ്രശേഖരന് മാത്രമേ ബോധ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ചന്ദ്രശേഖരൻ അതനുസരിച്ച്
കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികൾ, കേരളത്തിൽ ജനകീയ ലൈബ്രറികൾ, ആ ജനകീയ ലൈബ്രറികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിയമം. അത് ഡിപ്പാർട്ട്മെൻ്റൽ ലൈബ്രറി മുണ്ടശ്ശേരി മാസ്റ്ററാണ് തുടങ്ങിയത്. സ്കൂളുകൾക്ക് ലൈബ്രറി വേണം, കോളേജുകൾക്ക് ലൈബ്രറി വേണം എന്നൊക്കെ തീരുമാനിച്ചത് മുണ്ടശ്ശേരി മാസ്റ്ററുടെ 57 വിദ്യാഭ്യാസ നിയമത്തിൻ്റെ ഭാഗമാണ്. അതൊരു പുതിയ മലബാറിലെയും കാര്യമൊന്നുമല്ല. ഈ ഗ്രന്ഥശാല നിയമം വന്നപ്പോൾ മലബാറിലെയും കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ഗ്രന്ഥശാലകൾ ഏകോപിപ്പിക്കുകയും അവരെ ഒരുമിപ്പിച്ച് നടത്തുകയും ഒക്കെ ചെയ്തു. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. അപ്പോൾ അത് സാഹിത്യത്തിൽ, സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള രൂപീകരണത്തിൻ്റെ കാര്യത്തിലും ഗ്രന്ഥശാല പ്രസ്ഥാനം വളരെയേറെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മലബാറിൻ്റെ ഭരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ടായിരുന്നു. അപ്പോൾ സാമ്രാജ്യ വിരുദ്ധ സമരത്തിന് ഏറ്റവും വലിയ സഹായിയായത് മലബാറിലെ ഗ്രന്ഥശാലകളാണ്. കാരണം AKG അടക്കം മലബാറിൽ ഗ്രന്ഥശാലകൾ ഉണ്ടാക്കിയാണ് പ്രവർത്തകരെ സംഘടിപ്പിച്ചിരുന്നത്. കാരണം ഒരു വായനശാല എന്ന് പറയുമ്പോൾ അവരെ ഭരണാധികാരികൾ അതിന് എതിർക്കാൻ നിൽക്കില്ല. അതുപോലെ അക്ഷരമറിയാത്ത ആളുകളെ അക്ഷരം പഠിപ്പിച്ചത്, സാക്ഷരതാ ക്ലാസ്സുകൾ എടുത്തത്, നിശാ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചതൊക്കെ ഗ്രന്ഥശാലകളാണ്. അതുപോലെ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പഠിപ്പിച്ചത് ഗ്രന്ഥശാലകളാണ്. അതുപോലെ ചർക്കാ ക്ലാസ്സുകൾ, അത് ഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു. അത് നാട്ടിൽ മുഴുവൻ വ്യാപിപ്പിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. അവനെ പത്രം വായിക്കാൻ ശീലിപ്പിച്ചത്, പത്രപ്രവർത്തനം നടത്തിയത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സ്ഥാനമാണെന്ന് പത്രങ്ങൾക്ക് മറ്റു ആരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഗ്രന്ഥശാലകളാണ്. അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും അടിസ്ഥാനപരമായി പ്രവർത്തിച്ചത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. കേരളത്തെ കേരളമാക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഗ്രന്ഥാലോകം എന്ന് പറയുന്നത് ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രമാണ്. അപ്പോൾ അത് 950 ആദ്യത്തെ അവൻ്റെ പ്രകാശനം ആദ്യമായിട്ടത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഗുപ്തൻ നായർ സാറെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായൊരു സാഹിത്യ നിരൂപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രന്ഥാലോകം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒന്ന് ഗ്രന്ഥശാല പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുക, സംഘടിപ്പിക്കുക. 2 അന്നത്തെ സാഹിത്യത്തിന് ഒരു മാർഗനിർദ്ദേശം നൽകുക. നോവലായാലും പിന്നെ നാടകത്തിനായാലും ഉപന്യാസത്തിനായാലും അതിനൊക്കെ ആരോഗ്യകരമായ ഒരു സന്ദേശം, അവനൊരു നേതൃത്വം നൽകുക എന്നതായിരുന്നു ഗ്രന്ഥലോകത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഗുപ്തൻ നായർ സാറിൻ്റെ കയ്യിൽ നിന്നൊക്കെ അത് പോവുകയും അവസാനം PN പണിക്കർ സാറിൻ്റെ ഓഫീസ് കാര്യങ്ങൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്തപ്പോൾ ഒരു സർക്കാർ ഗസറ്റ് എങ്ങനെയാണോ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ ഗ്രന്ഥലോകം അതപ്പതിക്കുന്നൊരു സ്ഥിതിയാണ്. 1980 അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ കൺട്രോൾ ബോർഡിൽ അംഗമായി. അപ്പോൾ ഞാനാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സാക്ഷാൽ ബേബി ജോണിനോട് തർക്കിച്ച്
ഈ ഗ്രന്ഥലോകം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം പിന്നെ ശക്തിപ്പെടുത്തണമെന്നും അവനൊരു എഡിറ്റോറിയൽ ബോർഡ് വേണമെന്നും അവന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സൗകര്യം ഉണ്ടാക്കണമെന്നൊക്കെ വാദിച്ചത്. പക്ഷേ അപ്പോഴും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അന്ന് ഈ കൺട്രോൾ ബോർഡിനുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അത് ഗ്രന്ഥശാല സംഘം ഓഫീസിൽ സ്വന്തം പ്രസ്സിലാണ് ഇത് അച്ചടിക്കുന്നത്. അപ്പോൾ ഈ ഏത് ലേഖകൻ എന്ത് തരം ലേഖനം എഴുതിയാലും അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. EMSൻ്റെ ഒരു ലേഖനം, NE ബലറാമിൻ്റെ ഒരു ലേഖനം, തിരുനെല്ലൂരിൻ്റെ ഒരു കവിത, ഇത് അവർ അടിയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന കാരണം പറഞ്ഞ് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിഷേധിച്ചു. അപ്പോൾ അന്നത്തെ ഒരു പ്രസ് മാനേജറെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാനായിരുന്നു അവൻ്റെ ചുമതലക്കാരൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രൂഫ് നോക്കാൻ ചെല്ലുമ്പോൾ ഇത് മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ EMSൻ്റെ ലേഖനത്തിൽ EMSൻ്റെ ഒപ്പില്ല, NE ബലറാമിൻ്റെ ലേഖനത്തിൽ NE ബലറാമിൻ്റെ ഒപ്പില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് എഴുതുകയാണ്. എൻ്റെ വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് അവരൊക്കെ എഴുതി തന്നത്. തിരുനെല്ലൂരിൻ്റെ ഒപ്പില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് പോയി വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഉത്തരവാദിത്വം എനിക്കാണ്, അവരാരും നിഷേധിക്കില്ലെന്ന്. അപ്പോൾ ഇദ്ദേഹം എന്നോട് ധിക്കാരപൂർവ്വം പറഞ്ഞു, ഞാൻ ഉദ്യോഗസ്ഥനാണ്, ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നവനാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ എന്നോട് പറയണ്ട, നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസ് മാനേജരെ കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഉത്തരവാദിത്വമാണ്, ഇത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടുത്ത ദിവസം അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, താനീ കസേരയിരിക്കില്ല, ഇത്രയും സഭ്യമായി പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, താൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ സെക്രട്ടേറിയറ്റിൽ പോയി മന്ത്രിയെ കണ്ടു. മന്ത്രി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് സംഗതി. അപ്പോൾ അയാൾ പറഞ്ഞു പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു, പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ സമരം ചെയ്ത് ഗ്രന്ഥലോകം കൊണ്ടുവന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പത്രാധിപരായി അത് ഗ്രന്ഥശാല സംഘം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിൽ ചുമതലപ്പെടുത്തിയതും ഞാനാണ്, എന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുസ്തകമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. 96 മുതൽ 2006 വരെ ഞാൻ ഗ്രന്ഥലോകത്തിൽ എഴുതിയ മുഖപ്രസംഗം. കാരണം വിശാലമായി കേരളത്തിലെ കക്ഷിഭേദമന്യേ സാഹിത്യകാരന്മാരുടെ ഒരു രംഗമാക്കി മാറ്റുകയാണ് ഗ്രന്ഥലോകം ചെയ്തത്.